ഹലോ എവ്രി വൺ, ഇന്ന് നമ്മളൊരു ചിക്കൻ റെസിപ്പിയാണ് നോക്കാൻ പോണത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര ചിക്കൻ എടുത്തോളി. ഇപ്പോൾ പെപ്പർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് അധികം ചിക്കൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് അധികം പെപ്പർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ടേമറിക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കോറിയൻഡർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 ടീസ്പൂണാണ് മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. ജീരപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ക്യൂമിൻ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്. കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുക. നിങ്ങൾ എത്ര ചിക്കൻ എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുക. ടേസ്റ്റിനനുസരിച്ച് സോൾട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റാണ്, ഇഞ്ചിൻ്റെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ. ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റാണ്, വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തൈര് ആവശ്യമുണ്ട്. തൈര് വന്നിട്ട് ഈ ചിക്കനൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ സോഫ്റ്റ് ആക്കും. നിങ്ങൾക്ക് വിനീഗർ വേണമെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ തൈരുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് തൈര്. മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി, കാശ്മീരി റെഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ലെമനാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ലെമനൊക്കെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കന്. ചിക്കൻ സോഫ്റ്റും ആവും ചെയ്യും. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഈ ചിക്കൻ പീസസ് എല്ലാം. ഒരു 1/2 അവർ മാരിനേറ്റ് ചെയ്താൽ മതിയാവും. ഇതാ നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം മുമ്പേ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം, ഒരു കുഴപ്പമില്ല. ഇനി ടേസ്റ്റ് നന്നായിട്ട് എൻഹാൻസ് ചെയ്യൂ. എത്ര നമ്മൾ മാരിനേറ്റ് ചെയ്യണോ അത്രയും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യൂ. ഇവിടെ ഞാൻ ഒരു 1/2 അവറാണ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഒരു 1/2 അവറൊക്കെ മതിയാവും. പാൻ വെച്ച് കൊടുക്കുക. കോക്കനട്ട് ഓയിലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണോ, നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യണം ആ കുക്കിംഗ് ഓയിൽ നിങ്ങൾ എടുക്കുക. ഓയിലെല്ലാം നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് റോ ചിക്കനാണ്, ബോയിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മൾ ഒന്നൊന്നായിട്ട് നമ്മളുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ റെസിപ്പി വന്നിട്ട് വളരെ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചെറിയ കുട്ടികൾക്കും അഡൾട്ട്സിനും ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ്, മുകളിൽ വന്നിട്ട് നല്ല റോസ്റ്റായിട്ട്, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ റെസിപ്പി കഴിക്കാനായിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ നമ്മൾ തൈര് ആഡ് ചെയ്തിട്ടില്ല. അതാണ് ഈ ചിക്കനെ നന്നായിട്ട് സോഫ്റ്റാക്കി വെക്കാം. തൈരും ലെമനും. സെയിം പ്രൊസീജിയർ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് അതിനുശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്താൽ ചിക്കൻ ബിരിയാണിക്ക് വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. ചിക്കൻ ബിരിയാണി ഇനിയും കൂടി ഒരു ടേസ്റ്റ് കൂട്ടി വരും ഇതുപോലെ നമ്മൾ പൊരിച്ചിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാൽ. ബർത്ത്ഡേ പാർട്ടീസ് അല്ലെങ്കിൽ ചെറിയ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ ഇതുപോലെ ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഗസ്റ്റൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും. നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മളുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഒരു സന്തോഷമാവില്ലേ നമുക്ക്. അതുപോലെ ഒരു നല്ല സൂപ്പർ യമ്മി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വീട്ടിലുള്ള സിമ്പിളായിട്ട് ഇൻഗ്രീഡിയൻസിൽ വെച്ചിട്ട് യമ്മി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളുടെ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ചിക്കൻ കബാബ് ഇവിടെ റെഡിയാണ്. ചിക്കൻ കബാബോ ചിക്കൻ ഫ്രൈ എന്ത് വേണമെങ്കിൽ പറയാം. അത്ര ടേസ്റ്റിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കണേ കമൻറ്റ്സ് ത്രൂ. ഈ വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീനെ ഷെയർ ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. നിങ്ങൾക്ക് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ലെമൺ വെച്ച് ഗാർണിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഫുഡ് കളറ്. ചിക്കൻ കബാബ് റെഡി ടു സെർവ് ആണ്, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.